ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ക്യാപ്സിക്കം, ഒരു യുണീക്ക് റെസിപ്പിയാണ്. ഇത് ക്യാപ്സിക്കം കഴുകി വൃത്തിയാക്കിയിട്ട് തണ്ട് മാത്രം ഇങ്ങനെ കളഞ്ഞിട്ട് സെൻറ്ററിന് നടുക്കിന് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കുരു കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ക്യാപ്സിക്കമും ഞാനിങ്ങനെ സെൻറ്ററിന് കട്ട് ചെയ്ത് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. കാരണം ഇതിനകത്ത് നമുക്ക് മസാല സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അടിപൊളി ഒരു റെസിപ്പിയാണ്, ഒരു യുണീക്ക് ഒരു റെസിപ്പിയാണ്. കണ്ടോ, ഇതിങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇച്ചിരി പട്ടാണി, ഫ്രഷ് പട്ടാണിയാണ്, ഓപ്ഷണലാണ്. പിന്നെ 2 സവാള കൊത്തി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, ഒരു 2-3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ആവശ്യത്തിന്. അപ്പോൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ നെവിടി അതിനെ സോഫ്റ്റ് ആക്കിയാലും മതി. ചെയ്ത് ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീൻചട്ടിക്കകത്ത് ഈ മസാല നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യാം. കൂടുതൽ എണ്ണ വേണ്ട, അധികം എണ്ണ ഒന്നും വേണ്ട. ജസ്റ്റ് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ ഉടൻ 1 സ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സവാള, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇത് കൂടുതൽ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് മതിയോ. ഇത് 2 മിനിറ്റ് മതി. ഇനി നമുക്കിതിനകത്ത് പട്ടാണി, ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. ഇത് ഓപ്ഷണലാണ്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടു, അല്ലെങ്കിൽ ആവശ്യമില്ല. ഒന്ന് പട്ടാണി ആയതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് സമയത്തേക്ക് ഇതിനെ അടച്ച് വയ്ക്കാം, അത് വെന്ത് കിട്ടാനായിട്ട്. ഇത് പെട്ടെന്നാവും നമ്മളുടെ. പിന്നെ ഇതിനകത്ത് ഇനി നമുക്ക് നമ്മളുടെ ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് പകുതി സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ നിറത്തിന് വേണ്ടിയിട്ട്, പകുതി സ്പൂണ് എരിവുള്ള മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇതിന് നല്ലപോലെ മിക്സ് ആക്കാം. മസാല എല്ലാം ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മിക്സ് ആക്കാം. ഈ തക്കാളി ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇടാം. ക്യാരറ്റും ഓപ്ഷണലാണ്. ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പട്ടാണിയും ക്യാരറ്റും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഇതിനാണിപ്പോൾ പുഴുങ്ങി വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങിൽ അതങ്ങ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഓൾറെഡി ഇതെല്ലാം നമ്മുടെ വെന്ത സാധനങ്ങളാണല്ലോ, ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ചാട്ട് മസാല ഇച്ചിരി. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ശരിക്കും മല്ലിയില ഇട്ടു, മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതിനൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഗ്യാസ് ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റഫിങ്ങിൻ്റെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റഫിങ്ങിൻ്റെ മസാല വെച്ച് നിങ്ങൾക്ക് നല്ലപോലെ അടിപൊളി ഗ്രിൽഡ് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം കുട്ടികൾക്ക് ടിഫിന് വേണ്ടിയിട്ട്. ഈ മസാല അകത്ത് വെച്ച് ഇച്ചിരി ചീസും വെച്ച് നല്ല ടോസ്റ്റ് ചെയ്തെടുത്ത് അടിപൊളി സൂപ്പർ സാൻഡ്വിച്ചും റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഇനി നമുക്ക് ഈ മസാല വെച്ച് ഈ ക്യാപ്സിക്കം നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ക്യാപ്സിക്കം എങ്ങനെ നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്യാം, അല്ലെങ്കിൽ മസാല ഒന്ന് ആറി കഴിഞ്ഞിട്ട് കൈ കൊണ്ട് വേണമെങ്കിലും സ്റ്റഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ എല്ലാ ക്യാപ്സിക്കമും നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയിൽ എന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇത് ഒന്ന് ചീൻചട്ടിക്കകത്തും ഒന്ന് എയർ ഫ്രയറിക്കകത്തും. ഇനി നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയ്ക്കകത്ത് ഇതിങ്ങനെ നമുക്ക് ക്യാപ്സിക്കം ഇങ്ങനെ വെക്കാം. 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിലാണ് ഉണ്ടാക്കേണ്ടത്. നല്ല സിമ്മാക്കിയിട്ട് ഗ്യാസിന് ചെറിയ തീയിൽ ക്യാപ്സിക്കം എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് അടച്ച് വയ്ക്കാം. കണ്ട് എല്ലാ ക്യാപ്സിക്കമും വെച്ചിട്ട് ചെറുതായിട്ട് ഇതിനകത്ത് ഉപ്പും ഇടണം. ഉപ്പ് മസാലയ്ക്കകത്ത് ഉപ്പ് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കമിൻ്റെ പുറത്ത് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇഷ്ടം നമുക്ക് ഉപ്പിടണം.
എല്ലാ ക്യാപ്സിക്കവും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി പൊടിക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ അടച്ച് വയ്ക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ്സ് ചെറിയ രീതിയിൽ അടച്ച് വയ്ക്കാം നല്ലപോലെ. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ എയർ ഫ്രയറിലും വെച്ച് കാണിക്കാം. എയർ ഫ്രയറിനകത്ത് ഞാൻ ഈ നമ്മുടെ ക്യാപ്സിക്കം വെച്ചിട്ട് ഒരു തുള്ളി എണ്ണ, ഇച്ചിരി പൊടിക്ക് ഉപ്പ്, സ്വാദിന് ഉപ്പ് ഇട്ടിട്ട് എയർ ഫ്രയറിൽ നമുക്ക് 10 മിനിറ്റ് 160 ടെമ്പറേച്ചറിൽ എയർ ഫ്രയറിൽ വയ്ക്കാം. എയർ ഫ്രയറിൽ ഇത് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ഐറ്റമാണ്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, സൈഡ് ഡിഷായിട്ട്. ഒരു ദാലും ചപ്പാത്തിയും ഉണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി സൂപ്പർ സാധനമാണ്. ഒരു യുണീക്ക്, ഒരു ഡിഫറെൻ്റ് ഒരു സാധനമാണ്. ഇത് കണ്ടോ. അപ്പോൾ 5 മിനിറ്റിൽ നമ്മളുടെ ഇത് ക്യാപ്സിക്കം അടിയുന്നത് കണ്ടത് വെന്ത് കഴിഞ്ഞു, ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് കമത്തി കൊടുക്കാം. കമത്തി പിന്നെ വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് സമയത്തേക്ക് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് ചെറിയ രീതിയിൽ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ നമ്മുടെ ക്യാപ്സിക്കം റെഡിയായി, എയർ ഫ്രയറും റെഡിയായി, നമ്മുടെ പാനിൽ ഉണ്ടാക്കിയതും കുക്ക് ചെയ്തതും റെഡിയായി. ഇത് കണ്ടോ എന്ത് സൂപ്പറാണ് കാണാൻ, എന്ത് ഭംഗിയാണ്. അതുപോലെയാണ് ഇതിൻ്റെ സ്വാദും. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.